സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ കാണാത്ത തീരങ്ങൾ. അച്ഛൻ്റെയും അമ്മയുടെയും സ്വകാര്യ സ്വത്തല്ല മക്കൾ. ജനിച്ചു കഴിഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ പൗരന്മാരാ. മക്കളെ വളർത്താനല്ലാതെ തല്ലാനും കൊല്ലാനും അച്ഛനമ്മമാർക്ക് അധികാരമുണ്ടോ? നിങ്ങൾ വളർത്തുന്ന കോഴിയെയും താറാവിനെയും നിങ്ങൾക്ക് കൊല്ലാം, ആരും ചോദിക്കില്ല. അതുപോലെയാണോ മക്കൾ? നിങ്ങൾ ദുരഭിമാന കൊല നടത്തിയിട്ട് ഞങ്ങൾക്ക് പരാതിയില്ലെന്നും പറഞ്ഞ് കയ്യും കെട്ടി വെറുതെ ഇരുന്ന നിയമം നിങ്ങളെ വെറുതെ വിടുമോ? സന്ദീപ് വെട്ടിത്തുറന്ന് ചോദിച്ചു. ആര് ദുരഭിമാന കൊല നടത്തി? ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ആരും നിങ്ങളെ ഒന്നും ചെയ്യാനില്ല. നിയമം നടത്താൻ നീ പോലീസും കോടതിയും അല്ലല്ലോ. അവർ നടത്തട്ടെ നിയമം, അവർ നടത്തട്ടെ. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. സന്ദീപ് പറഞ്ഞു. എഴുതുക മാത്രമല്ലല്ലോ നീ ചെയ്തത്. ചന്ദ്രബാബുവിൻ്റെ അനുജനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചില്ലേ? ബാലകൃഷ്ണ മേനോൻ ചോദിച്ചു. നിങ്ങൾ ചന്ദ്രബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ മുരിക്കാശ്ശേരി പോലീസിൽ പരാതിപ്പെട്ടില്ലേ? അതിന് നിനക്കെന്താ? നീ എന്തിന് അതിലൊക്കെ തലയിടുന്നു? അവർ നിന്റെ ആരെങ്കിലും ആണോ? അല്ല, ഞങ്ങൾ നിന്റെ ആരാ? നിനക്ക് വേണ്ടപ്പെട്ടവർ. നീ ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അതിനു പകരം നീ അവരുടെ പക്ഷം ചേർന്ന് ഞങ്ങൾക്കെതിരെ ഓരോന്ന് ചെയ്യുന്നു. അത് നിർത്തണമെന്ന് പറയാനാ ഞങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ വന്നത്. നിന്നോട് എന്തെങ്കിലും സഹായം അപേക്ഷിക്കാനല്ല, ഉപദ്രവിക്കരുതെന്ന് പറയാനാ വന്നത്. നിങ്ങളെ ഉപദ്രവിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നിങ്ങൾ പണ്ട് കൊലപാതകമോ ക്രൂരതയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതൊക്കെ നിങ്ങൾ വേണ്ട പോലെ മറച്ചു വെച്ചോളണം. മറയ്ക്കേണ്ടതൊക്കെ ഞങ്ങൾ മറച്ചിട്ടുണ്ട്. നീയായിട്ട് അത് മാന്തിയെടുത്ത് നാറ്റിക്കാതിരുന്നാൽ മതി. മറയ്ക്കേണ്ട പോലെ മറച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ബാലമാമേ. ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് ആര് പറഞ്ഞു? ഒരു പേടിയുമില്ല. അപമാനം വരുത്തി വെക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ ബാലമാമയുടെ മനസ്സിലിരിപ്പ്? നിന്റെ എഴുത്ത് ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കാത്ത വിധത്തിൽ അവസാനിപ്പിക്കണം. നാളത്തേക്കുള്ള സ്റ്റോറി ഇപ്പോൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിർത്താൻ പറ. അങ്ങനെ പറയാൻ എൻ്റെ അച്ഛനല്ലല്ലോ പത്രം നടത്തുന്നേ. സന്ദീപ് തുറന്നടിച്ചു. ബാലകൃഷ്ണ മേനോന്റെ മുഖം ചുവന്നു. നീ ചെറുതാ, ഒരു ഉറുമ്പിൻ്റെ അത്രയും ചെറുതാ. അത് ഓർമ്മ വേണം. അയാൾ കടുപ്പിച്ച് മുന്നറിയിപ്പ് നൽകി. നാളത്തെ റിപ്പോർട്ടിൽ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ജഗന്നാഥക്കുറുപ്പ് ആരാഞ്ഞു. നാളത്തെ സ്റ്റോറിയിൽ നിങ്ങൾ ആരുമില്ല. 22 വർഷം മുമ്പ് പോണ്ടിച്ചേരിയിൽ താമസിച്ചിരുന്ന ഒരു മലയാളി കുടുംബത്തിന് ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നു. അതിനെ കൈയൊഴിയാൻ നിവൃത്തിയില്ലാതെ വരുന്നു. അതിനെ സ്വന്തം മകളെപ്പോലെ കരുതി വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വിവാഹാലോചന വരുന്നു. ജാതക പ്രശ്നം കാരണം ആലോചനയ്ക്ക് തടസ്സമുണ്ടാകുന്നു. അവളുടെ ജനന ദിവസം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ പോണ്ടിച്ചേരിക്ക് യാത്ര തിരിക്കുന്നു. ഇത്രയുമാണ് നാളത്തെ സ്റ്റോറി. സന്ദീപ് വിശദീകരിച്ചു. ആരാ കുട്ടിയെ എടുത്തു വളർത്തിയതെന്നോ ആരുടെ കുട്ടിയാണെന്നോ അന്വേഷിച്ചു പോയവൻ നീയാണെന്നോ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നാളത്തെ കൊണ്ട് എഴുത്ത് നിർത്തിയേക്ക്. അതിനപ്പുറത്തേക്ക് വേണ്ട, ബാലകൃഷ്ണ മേനോൻ വിധിച്ചു. അങ്ങനെ വാലും തലയുമില്ലാതെ നിർത്താൻ പറ്റില്ല ബാലമാമേ. വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബം എടുത്തു വളർത്തിയ ആ കുഞ്ഞ് ആരുടെ മകളാണ്? എന്തുകൊണ്ട് അത് ഉപേക്ഷിക്കപ്പെട്ടു? അതിൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു? ഇത്രയും കാര്യങ്ങൾ കൂടി പറയാതെ സ്റ്റോറി പൂർത്തിയാവില്ല. അത്രയും കൂടെ പറഞ്ഞാൽ നിനക്ക് എന്ത് കിട്ടും? എനിക്ക് പ്രത്യേകിച്ച് എന്ത് കിട്ടാനാ? എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ള സംതൃപ്തിയല്ലാതെ. ആ സംതൃപ്തി കിട്ടാൻ വേണ്ടി ഭാസിയേട്ടനെയും മക്കളെയും പോലീസിന് കാട്ടിക്കൊടുക്കണ്ടേ? എന്നെയും ജഗന്നാഥിനെയും ഹരീന്ദ്രനെയും ഹേമചന്ദ്രനെയും അതുമായിട്ട് ബന്ധപ്പെടുത്തി കുഴപ്പക്കാരാക്കേണ്ടേ? ആർക്കെങ്കിലും മാനനഷ്ടമുണ്ടാകുന്ന വിധത്തിൽ ഒന്നും ഞാൻ എഴുതുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. എൻ്റെ പത്രാധിപരും അത് സമ്മതിച്ചു തരില്ല. എല്ലാവരുടെയും പേര് വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ചില സൂചനകളൊക്കെയേ കാണൂ. അങ്ങനത്തെ സൂത്രങ്ങളൊന്നും ഞങ്ങളോട് വേണ്ട. വായിക്കുന്നവർക്കും പോലീസിനും കാര്യം മനസ്സിലാകുമല്ലോ, ഇല്ലേ? അവരന്വേഷിക്കാൻ ഇറങ്ങിയ അവർക്ക് വേണ്ട തെളിവുകളൊക്കെ കിട്ടും. നീ ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നേ? ബാലമാമേ, കൂടുതലൊന്നുമില്ല. അല്ലിമയുടെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം. ചന്ദ്രബാബു ജീവിച്ചിരിപ്പില്ലെന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് നിന്റെ മറ്റവൾക്കും ഉണ്ടല്ലോ, അല്ലേ? അതറിയാം, മുമ്പേ തന്നെ അറിയാം. ഇനി മാളുവിന് എന്തു പറ്റിയെന്ന് അറിഞ്ഞാൽ പോരെ? അവൾ ജീവിച്ചിരിപ്പുണ്ട്. സന്ദീപ് ഒരു നിമിഷം സ്തബ്ധനായി. വിശ്വാസം വരാത്ത മട്ടിൽ ജഗന്നാഥക്കുറുപ്പിനെ നോക്കി. എവിടെയുണ്ട്? സന്ദീപ് ചോദിച്ചു. എവിടെയുണ്ടെന്ന് നീ അറിയണ്ട. ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലിമയ്ക്ക് അവരെ കാണാൻ പറ്റുമോ?
കാണിച്ചു കൊടുക്കാം ഒരൊറ്റ തവണ. പിന്നീട് ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് പറയരുത്. അതോടെ മറന്നേക്കണം. നിന്റെ സ്റ്റോറി നാളത്തെ പത്രത്തിൽ അച്ചടിച്ച് വരരുത്. ഇന്ന് വന്നത് വന്നു, നിർത്തിയേക്കണം. ബാലകൃഷ്ണ മേനോൻ അന്തിമ തീർപ്പിനായി സന്ദീപിനെ തന്നെ ഉറ്റുനോക്കി. പക്ഷേ ചന്ദ്രബാബുവിൻ്റെ പറഞ്ഞു തീരും മുമ്പേ ബാലകൃഷ്ണ മേനോൻ ഇടപെട്ടു. ആ കേസ് കഴിഞ്ഞു, അത് വിട്ടേക്ക്. അതിനെന്ത് നഷ്ടപരിഹാരം വേണം? കണക്ക് പറഞ്ഞു തന്നെ തീർത്തേക്കാം. നിനക്കെത്ര വേണം? അവൾക്കെത്ര വേണം? ചന്ദ്രബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനുജനും എത്ര വേണം? സന്ദീപ് കുരുക്കിൽപ്പെട്ട പോലെയായി. പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ ബാലമാമേ, മനസ്സിലായി. ചന്ദ്രബാബുവിനും മാളുവിനും എന്ത് സംഭവിച്ചോന്ന് അറിയാൻ വേണ്ടിയല്ലേ? ചന്ദ്രബാബു ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ചോ? മാളു ഉണ്ട്, കാണിച്ചു തരാമെന്നും സമ്മതിച്ചു. നീ ചോദിക്കുന്ന നഷ്ടപരിഹാരവും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? സന്ദീപ് അച്ഛനെ നോക്കി. കൈവിരലിൽ കിടക്കുന്ന മോതിരം തെരിപ്പിടിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഓഫർ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ നീ എവിടെ എത്തും? നീയും പോലീസും എന്തൊക്കെ ചെയ്താലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒന്നും തെളിയിക്കാനും പറ്റില്ല. മാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും. ഞങ്ങളുടെയും നിന്റെയും സർക്കാരിൻ്റെയും കയ്യിൽ നിന്ന് കുറേ പൈസ ചെലവാക്കി കളയാന്നല്ലാതെ ആർക്കും ഒന്നും കിട്ടാനും പോകുന്നില്ല. ബാലകൃഷ്ണ മേനോൻ തീരുമാനം സന്ദീപിന് വിട്ടുകൊടുത്ത മട്ടിൽ സോഫയിൽ പിന്നാക്കം ചാരിയിരുന്നു. സന്ദീപിൻ്റെ മനസ്സിൽ ഒരു വടംവലി നടക്കുന്നുണ്ടായിരുന്നു. വഴങ്ങണോ വേണ്ടയോ? അച്ഛൻ്റെ കാരണവന്മാരും ബന്ധുക്കളും പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള കേസാണ്. ഒരുപക്ഷെ ആ കേസ് തെളിയിക്കാനോ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. കാലാഹരണപ്പെട്ടുപോയ പല കേസുകളുടെയും സ്ഥിതി ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. പ്രതിപട്ടികയിൽ പേര് ചേർക്കപ്പെടുന്നവർക്ക് കുറച്ചധികം മാനക്കേടും മനോസംഘർഷവും ഉണ്ടാക്കാമെന്നല്ലാതെ ഇത്തരം കേസുകൾ മിക്കതും വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിൽ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ പലതുണ്ട്. ഇവിടെ ഒരൊത്തുതീർപ്പിലെത്തിയാൽ കിട്ടാവുന്ന മെച്ചം മാളവിക എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയുന്നത് മാത്രമാണ്. കാണാനും സാധിച്ചേക്കും. അതിനപ്പുറത്തേക്ക് വേറെ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയേക്കില്ല താനും. എന്നിരുന്നാലും ബന്ധുജനങ്ങളുമായുള്ള കലാപവും പകയും ഒഴിവാക്കാം. അതുമാത്രമല്ല, ചന്ദ്രബാബുവിൻ്റെ ജീവനെടുത്തതിന് കിട്ടാവുന്ന നഷ്ടപരിഹാരം ആ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാനും പറ്റും. അതല്ല മറിച്ച് കേസുമായി മുന്നോട്ട് പോയാൽ സ്പർദ്ധയും വൈരാഗ്യവും നിലനിൽക്കും, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടും, നഷ്ടപരിഹാരമൊന്നും കിട്ടാനും പോകുന്നില്ല. 10 ലക്ഷം രൂപ കൊടുത്തേക്കാം. സന്ദീപിൻ്റെ ചിന്ത വായിച്ചിട്ടെന്ന പോലെ ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു. 10 ലക്ഷം രൂപയോ? സന്ദീപിൻ്റെ പുരികം ചുളിഞ്ഞു. ഒരു മനുഷ്യജീവന്റെ വില. 25 കൊടുത്തേക്കാം, മതിയോ? ബാലകൃഷ്ണ മേനോൻ ലേലത്തുക ഉയർത്തി. കോണിപ്പടിയിൽ ആരുടെയോ കാലച്ച കേട്ട് സന്ദീപ് മുഖം തിരിച്ചു നോക്കി. ഹരീന്ദ്രൻ്റെ തല കോണിപ്പടിക്ക് മീതെ കണ്ടു. പിന്നെ അയാളുടെ കഴുത്തും ഉടലും പ്രത്യക്ഷപ്പെട്ടു. കയറി വരികയാണ്. ഹരിയെങ്കിൽ ഇതെവിടെ നിന്ന് വരുന്നു? സന്ദീപ് ആശ്ചര്യപ്പെട്ടു. ഞാൻ കാറിലിരിപ്പുണ്ടായിരുന്നു, ഹരീന്ദ്രൻ പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഒന്ന് മയങ്ങി. അല്ലെങ്കിൽ കാരണവന്മാർ സംസാരിക്കുന്നിടത്ത് എനിക്കെന്താ കാര്യം? ഹരീന്ദ്രൻ പോയി ജയദേവൻ ഇരിക്കുന്ന സോഫയിലേക്ക് ഇരുന്നു. എവിടെത്തി? തിരിച്ചു പോകണ്ടേ? നേരം ഇരട്ടി. ഹരീന്ദ്രൻ കോട്ടുവായിട്ട് ഓരോരുത്തരെയും മാറി മാറി നോക്കി. ജയദേവ, നീ ആദ്യം മറുപടി പറ. എൻ്റെ അനന്തരവനല്ലേ നീ? നീ ഞങ്ങളോട് അനുകൂലമല്ലെങ്കിൽ നിന്റെ മകൻ എങ്ങനെ ഞങ്ങളെ സഹായിക്കാൻ മനസ്സുവരും? ബാലകൃഷ്ണ മേനോൻ ചോദിച്ചു. അവൻ തീരുമാനിക്കട്ടെ. ഞാനൊരു ജഡ്ജിയാ, എനിക്ക് നിഷ്പക്ഷമായി നിൽക്കാനേ പറ്റൂ. ജഡ്ജിയൊക്കെ അങ്ങ് കോടതിയിലല്ലേ? ഇവിടെ നീ ഞങ്ങളെപ്പോലൊരു മനുഷ്യനാ, കുടുംബനാഥനാ, എൻ്റെ അനന്തരവനാ, ഈ ഇരിക്കുന്നവൻ്റെ അച്ഛനാ. ഇവിടെ നീ ജഡ്ജിയാണോ? നീ കള്ളം പറയാറില്ലേ? നിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കാറില്ലേ? നീ ട്രാഫിക് നിയമം തെറ്റിക്കാറില്ലേ? നീ സ്വകാര്യ ആവശ്യത്തിന് ഔദ്യോഗിക വാഹനം ഓടിച്ചിട്ടില്ലേ? യാതൊരു നികുതി വെട്ടിപ്പോ നീ നടത്തിയിട്ടില്ലേ? ബാലകൃഷ്ണ മേനോൻ എണ്ണി എണ്ണി ചോദിച്ചു. മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങൾ എന്ന നിലയിൽ ജയദേവൻ ചുണ്ടുകൂട്ടി മന്ദഹസിച്ചു. നീ ഉത്തരം പറയാൻ വേണ്ടിയല്ല ചോദിച്ചേ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ചെയ്യാത്തവരില്ല. നിനക്ക് നീതിപാലകനാകാൻ പറ്റുന്നത് ആ ചേംബറിൽ ചെന്നിരിക്കുമ്പോഴാ. അല്ലാത്തപ്പോൾ നീ വെറും മനുഷ്യനാ. നീയാണ് നിന്റെ മകനോട് പറയേണ്ടത്, തറവാട്ടിൽ കയറി വലിയ കളിയൊന്നും കളിക്കേണ്ടത്. അവനവൻ്റെ കുടുംബമാണെന്ന ഓർമ്മ വേണം. നീയും നിന്റെ മകനും കൂടി നോക്കിയ സകല അനീതികളും തുടച്ചു മാറ്റാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയ ലോകം നന്നാകുമോ? എൻ്റെ മകൻ്റെ മുന്നിൽ ഒരഭ്യർത്ഥന വെച്ചിട്ട് അവനത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കത് അഭിമാനക്ഷതമാ, ജയദേവൻ പറഞ്ഞു. നീ അഭ്യർത്ഥിക്കാനൊന്നും പോകണ്ട, കർശനമായിട്ട് പറഞ്ഞാൽ മതി.
നിർത്തടാ ഇവിടെ എന്ന്, ഇനി ഒരിഞ്ച് മുന്നോട്ട് പോകരുതെന്ന്. ആ കാലവും ആ പ്രായവും ഒക്കെ പോയി ബാലമാമേ, ജയദേവൻ പറഞ്ഞു. എന്താ സന്ദീപേ, നിനക്ക് നിന്റെ അച്ഛൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അനുസരിക്കാൻ പറ്റില്ലേ? ന്യായമാണെങ്കിൽ അനുസരിക്കും, അന്യായമാണെങ്കിൽ പറ്റില്ല. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ആരെയൊക്കെയാ ശത്രുക്കളാക്കുന്നേ? നിനക്ക് ഞങ്ങളോട് ജയിക്കാൻ പറ്റുമോ? നിന്റെ 10 ഇരട്ടി ആൾബലം ഞങ്ങൾക്കുണ്ട്. സാമ്പത്തികം നോക്കിയാൽ നീ വെറും കച്ചിത്തുരുമ്പ ഞങ്ങളുടെ മുന്നിൽ. തോൽക്കുമെന്ന് പേടിച്ചിട്ടോ ജയിക്കാൻ അറിഞ്ഞിട്ടോ അല്ല നിന്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്നേ. മാനക്കേടോർത്ത് മാത്രമാ കുടുംബക്കാരെയാ നീ വെല്ലുവിളിക്കുന്നതെന്ന ഓർമ്മ വേണം. ബാലമ്മാമേ, എനിക്ക് ആൾബലമൊന്നുമില്ല. ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നുമില്ല. പണ്ട് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ബന്ധുക്കൾ തമ്മിലായിരുന്നു. ആൾബലം കൗരവർക്കായിരുന്നിട്ടും ശ്രീകൃഷ്ണൻ നിന്നത് പാണ്ഡവരുടെ കൂടെയാ. ഒടുവിൽ സത്യമേ ജയിക്കൂ എന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു, എങ്ങനെ ജയിപ്പിക്കണമെന്നും. ആദ്യം അല്പം ചാഞ്ചല്യമുണ്ടായെങ്കിലും ഒടുവിൽ സന്ദീപ് തൻ്റെ നിലപാടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നിനക്ക് മാളുവിൻ്റെ വിവരം അറിയുകയല്ല വേണ്ടത്. ചന്ദ്രബാബുവിൻ്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനും നിനക്ക് ഉദ്ദേശമില്ല. ഞങ്ങളെ ദ്രോഹിക്കണം, ആ ഒരൊറ്റ ചിന്ത മാത്രം. എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല ബാലമാമേ. ക്രിമിനൽസിൻ്റെ മൈൻഡ് സെറ്റാ നിങ്ങൾക്കെല്ലാം. എന്ത് ചെയ്യാനും മടിയില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കും? കൊലപാതകം ചെയ്തെന്ന് സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ബാലകൃഷ്ണ മേനോൻ കയർത്തു. ചന്ദ്രബാബു ജീവനോടെ ഇല്ലെന്ന് സമ്മതിച്ചില്ലേ? ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും കാണുമായിരുന്നല്ലോ എന്നൊരു ഊഹം പറഞ്ഞതാ. പിന്നെ മാളുവിനെ പറ്റി പറഞ്ഞത് നീ കൊത്തുമോ എന്നറിയാൻ ഒരു ചൂണ്ടയിട്ട് തന്നതാ. മാളു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണെന്നും നിശ്ചയമില്ല. ബാലകൃഷ്ണ മേനോൻ മുന്നോട്ട് വന്ന അത്രയും തന്നെ തിരിച്ചുപോയി പൂർവ്വസ്ഥാനത്ത് നിലയുറപ്പിച്ചു. സന്ദീപിന് കാര്യം മനസ്സിലായി. ശരി ബാലമാമേ, ഞാനത് വിശ്വസിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ വിഡ്ഢിയാകത്തില്ലായിരുന്നോ? എന്തായാലും തുറന്നു പറഞ്ഞത് നന്നായി. സന്ദീപ് എഴുന്നേറ്റു. അവിടെ ഇരിക്കെ, നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല. വെറുതെ എന്തിനാ ബാലമാമേ, എനിക്ക് നിങ്ങളുടെ പക്ഷത്തോട്ട് വരാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. എഴുതിയ റിപ്പോർട്ടൊന്നും മാറ്റി എഴുതാൻ വയ്യ. അങ്ങനെ ചെയ്താൽ എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നിപ്പോകും. എനിക്കൊരു ആത്മാഭിമാനമുണ്ട്, അത് കൈവിട്ട് ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല. ഇരിക്കാൻ കൂട്ടാക്കാതെ സന്ദീപ് പറഞ്ഞു. നീ അങ്ങനെയൊന്നും തീർത്ത് പറയണ്ട. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം. നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ വേണ്ടൂ? അത് ഞങ്ങൾ കുടുംബക്കാരെല്ലാം ചേർന്ന് ഗംഭീരമായിട്ട് നടത്തി തരും. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നിങ്ങളിരുന്ന് സംസാരിക്ക്, എനിക്ക് 1-2 ഫോൺ കോൾ ചെയ്യാനുണ്ട്. സന്ദീപ് രംഗം വിട്ടു. ബാലകൃഷ്ണ മേനോൻ ജയദേവനെ ദേഷ്യത്തിൽ നോക്കി. ഇയാളാ എല്ലാറ്റിനും കാരണം. ജാതകത്തിന് നിർബന്ധം പിടിക്കാതെ ഇയാൾക്ക് ആ കല്യാണം നടത്തിക്കൊടുത്താൽ മതിയായിരുന്നല്ലോ. വലിയ ജഡ്ജിയാ, പക്ഷേ സാമാന്യ ബോധം പോലുമില്ല. ജയദേവൻ തൻ്റെ സ്വതസിദ്ധമായ അവഗണിക്കൽ പുഞ്ചിരിയിൽ ഇരുന്നു കൊടുത്തു. നാളത്തെ റിപ്പോർട്ട് നമുക്ക് കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞത്. മറ്റന്നാൾ വരുന്നതിൽ മാറ്റം വരുത്തണം. ഭാസിയേട്ടന് ക്ഷീണമാത്. കേസ് വന്നാൽ ഭാസിയേട്ടനും ഫാമിലിയും കോടതി കയറണം. മനസ്സിലായോ? ബാലകൃഷ്ണ മേനോൻ ജയദേവനെ ഓർമ്മപ്പെടുത്തി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു പ്രമാണമുണ്ട് ബാലമാമേ. അതങ്ങനെ വെറുതെ കടന്നു പോകില്ല. ജയദേവൻ താൻ ഒന്നിനും ഇടപെടാനില്ല എന്ന മട്ടിൽ പറഞ്ഞു നിർത്തി. ഉപ്പ് തിന്നുന്നത് തൻ്റെ മകനാ. താൻ അവനെ പറഞ്ഞു മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ അവൻ വെള്ളം കുടിച്ച് ചാകും. ബാലകൃഷ്ണ മേനോൻ ക്ഷുഭിതനായി എഴുന്നേറ്റു. ജഗന്നാഥക്കുറുപ്പ് ഹരീന്ദ്രനെ നോക്കി. പോകാമെന്ന് ഹരീന്ദ്രൻ ആംഗ്യം കാട്ടി. മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷേ സ്വന്തം കുടുംബത്തിന് ദ്രോഹം ചെയ്യുന്നത് ക്ഷമിക്കില്ല. ബാലമ്മ കൂടെ കൂടെ സ്വന്തം കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളാരും കല്ലാറ്റുപടിക്കൽ തറവാട്ടുകാരല്ല. എൻ്റെ കുടുംബം കൈതവന മേവിള വലിയ വീട്ടിലാണ്. ജയദേവൻ നമ്പ്യാർ ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ പറഞ്ഞു. ബാലകൃഷ്ണ മേനോൻ ഹരീന്ദ്രൻ്റെയും ജഗന്നാഥക്കുറുപ്പിൻ്റെയും നേർക്ക് തീർത്തും പുച്ഛത്തോടെ പോകാം എന്നൊരു ആംഗ്യം കാട്ടിയിട്ട് സ്റ്റെയർകേസിൻ്റെ നേർക്ക് നടന്നു. ജഗന്നാഥക്കുറുപ്പും മകനും അയാളെ അനുഗമിച്ചു. ജയദേവൻ നമ്പ്യാർ എഴുന്നേറ്റ് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. മുൻപായിരുന്നെങ്കിൽ അയാൾ താഴെ ഇറങ്ങിച്ചെന്ന് അവരെ യാത്രയാക്കുമായിരുന്നു. ഇപ്രാവശ്യവും അത്തരമൊരു ഉൾപ്രേരണ ഉണ്ടായെങ്കിലും അത് മനസ്സിൽ തന്നെ അമർത്തിപ്പിടിച്ചു. മണിമലയിൽ നിന്ന് വന്ന കാർ മുറ്റത്ത് റിവേഴ്സ് എടുത്ത് തിരിയുന്നതും കാറിൽ കയറുന്നതിനു മുമ്പ് മേനോനും കുറുപ്പും ബാൽക്കണിയിലേക്ക് നോക്കുന്നതും ജയദേവൻ നമ്പ്യാർ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കടുത്ത പിണക്കത്തോടെ അവർ കാറിൽ കയറി. കാർ ഗേറ്റ് കടന്നു പോയി. രാജശ്രീ കോണിപ്പടി കയറി വന്നു. പിണങ്ങിയാണോ പോയത്? അതെ, ജയദേവൻ പറഞ്ഞു.
പോവുകയാണെന്ന് ചോദിച്ചിട്ട് ബാലമാമ എൻ്റെ മുഖത്തോട്ട് നോക്കുക പോലും ചെയ്തില്ല. ഇനിയിപ്പോൾ അവർ നമ്മുടെ ശത്രുക്കളാ. സന്തുവിനോട് സംസാരിച്ചിട്ട് അവൻ പിന്നോട്ടില്ല. കുടത്തിയുന്ന ഭൂതത്തെ തുറന്നു വിട്ടു കഴിഞ്ഞു. ഇനി അവൻ നോക്കിയാലും പിടിച്ചു കെട്ടാൻ പറ്റില്ല. ബാലമാമ എന്താ പറയുന്നേ? അവരാ ചെക്കനെ കൊന്നു കളഞ്ഞു. അതിൽ യാതൊരു സംശയവുമില്ല. മാളുവിനെ എന്ത് ചെയ്തെന്ന് തെളിച്ച് പറയുന്നില്ല. അവൾ ജീവനോടെ ഉണ്ടെന്നൊരു സംശയം ബാക്കി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നിലനിൽപ്പിന് വേണ്ടി അവരവളെ ഇല്ലാതാക്കുമോ എന്നും അറിയില്ല. ഒന്നും വേണ്ടായിരുന്നു അല്ലേ? അന്ന് അവൻ ആവശ്യപ്പെട്ടപ്പോൾ ജാതകം ചോദിക്കാതെ ആ കല്യാണം നടത്തിക്കൊടുത്തിരുന്നെങ്കിൽ. അതല്ല, ഇത് തന്നെയേ ശരി. ഇതൊന്നും ആരുടെയും പിടിപ്പുകേടുകൊണ്ട് വന്നു കൂടുന്നതല്ല. ഇതിങ്ങനെ തന്നെ വേണമെന്ന് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതാ. നമുക്ക് തിരുത്താൻ പറ്റില്ല. ജയദേവൻ നമ്പ്യാർ സുനിശ്ചിതമായി പറഞ്ഞു. സന്തുവിനെ ഓർത്താ എനിക്ക് പേടി. അവൻ ഒറ്റയ്ക്കല്ലേ? അവനോട് സൂക്ഷിക്കാൻ പറയണം. പ്രത്യേകിച്ചും കാറിൽ പോകുമ്പോൾ. ഒരു മജിസ്ട്രേറ്റിൻ്റെയും പത്രപ്രവർത്തകൻ്റെയും വീടാണെന്ന് ഓർക്കാതെയാണോ അവരുടെ ഭീഷണി? മജിസ്ട്രേറ്റൊക്കെ കോടതിയിലല്ലേ? അല്ലാത്തപ്പോൾ ഞാൻ വെറും മനുഷ്യനാണെന്ന് അവർക്കറിയാം. പിന്നെ പണത്തിൻ്റെ അഹങ്കാരവും. എത്ര സമാധാനത്തോടെ കഴിഞ്ഞതാ. രാജശ്രീ ആരോടൊന്നില്ലാതെ വിലപിച്ചു. സന്ദർശകർ ഉണ്ടെന്ന് വാർഡൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അനിബാബു ഊഹിച്ചു അത് സന്ദീപ് ആയിരിക്കുമെന്ന്. അഴി തുറന്ന് വാർഡൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ഇരുന്ന് സംസാരിക്കാൻ 2 ബെഞ്ചുകൾ ഇട്ടിരുന്ന ചെറിയ മുറിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അവിടെ സന്ദീപ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ടതും അനിബാബുവിൻ്റെ മുഖം പ്രസന്നമായി. ഇവിടെ എങ്ങനെയുണ്ട്? സന്ദീപ് തിരക്കി. ഒരു കുഴപ്പവുമില്ല, അനിബാബു പറഞ്ഞു. നാളെ വേണമെങ്കിൽ ജാമ്യം എടുക്കാം. പക്ഷേ ഒരാഴ്ച കിടക്കുന്നതാ നല്ലത്. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? മുണ്ടക്കൈത്തുനിന്ന് പോലീസ് പിടികൂടിയ കൊട്ടേഷൻ സംഘത്തിൽ കൂട്ടിക്കൽ സുഗു എന്നൊരുത്തനുണ്ട്. ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അന്ന് പൊൻകുന്നം, മണിമല, ചിറക്കടവ് ഒക്കെയായിരുന്നു അവൻ്റെ ഏരിയ. കൂട്ടിക്കൽ സുഗു. എന്താ അവൻ്റെ സ്പെഷ്യൽ ഐറ്റം? സന്ദീപ് ചോദിച്ചു. കൊട്ടേഷൻ തന്നെ. പണ്ട് കൂലിത്തല്ലെന്ന് പറയുന്ന സംഗതി. മുതലാളിമാർ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാവലിന് കൂട്ടിക്കൊണ്ടു പോകും. ആളെ കണ്ടോ? കണ്ടു. പക്ഷേ സെല്ല് വേറെയാ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? 50-നടുത്ത് പ്രായം വരും. കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അറിയാം പക്കാ ക്രിമിനലാ. വേറെ ആരെയും പരിചയപ്പെട്ടില്ലേ? സന്ദീപ് തിരക്കി. പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. എൻ്റെ സെല്ലിൽ 4 പേരുണ്ട്. ഞാൻ കുറേ കഥയൊക്കെ പറയും. തടി വെട്ടാൻ പോയതും മതി കെട്ടാനായി പോയി കഞ്ചാവ് കൃഷി ചെയ്തതും. ഇപ്പോൾ ചിലരൊക്കെ അവരുടെ വീരസാഹസങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും വിട്ടുകളയരുത്. പിന്നെ ഇതിനകത്ത് വെച്ച് തന്നെ ഹേമചന്ദ്രൻ്റെ ആൾക്കാർ കലിപ്പ് തീർക്കാൻ ശ്രമിച്ചെന്ന് വരും. അതും സൂക്ഷിച്ചോളണം. അയാൾക്ക് എല്ലായിടത്തും പിടിപാടുണ്ട്. ഞാൻ നോക്കിക്കോളാം. അനിബാബു തലയാട്ടി സമ്മതിച്ചു. വേറെ ഉപദ്രവമൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ആ ഇടി കുറച്ച് കടുത്തുപോയി. അയാൾ ചത്തുപോയിരുന്നെങ്കിലോ? ഞാനും അത്രയും ഉദ്ദേശിച്ചില്ല. ശരി, ഇനി ജാമ്യത്തിലെടുക്കാൻ വക്കീലുമായിട്ട് വരാം. റിപ്പോർട്ടിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഇന്നത്തെ പത്രത്തിലുണ്ട്. സന്ദീപ് കയ്യിൽ കരുതിയിരുന്ന പത്രം അനിബാബുവിന് കൊടുത്തു. ഇതിലെന്താ സാറേ? അല്ലിമയുടെ സ്റ്റോറിയാണ്. അവരെ വളർത്തിയവരുടെയും. ഞാൻ ഇറങ്ങട്ടെ? ശരി. മനപ്രയാസമൊന്നുമില്ലല്ലോ ഇതിനകത്ത് കിടക്കേണ്ടി വന്നതിൽ? തീരെയില്ല, മറിച്ച് സന്തോഷമാ. അവനിട്ട് നല്ലൊരിടി കൊടുക്കാൻ പറ്റിയല്ലോ. ഞാനിതെത്ര കിടന്നിരിക്കുന്നു സാറേ. ഇനി എത്ര കിടക്കാനിരിക്കുന്നു? അനിബാബു ചിരിച്ചു. കണിശതയുള്ള ചിരി. സന്ദീപ് സംഭാഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഗൂഗിളിൽ ചില ചിത്രങ്ങൾ തിരഞ്ഞുകൊണ്ട് മുറിയിലെ ബെഡിലിരിക്കുകയായിരുന്നു അല്ലിമ. ശ്രീലക്ഷ്മി വാതിൽക്കലെത്തി അവളെ നോക്കി. അല്ലിമ അത് കണ്ടില്ല. മോളെ, ശ്രീലക്ഷ്മി വിളിച്ചപ്പോൾ അവൾ അങ്ങോട്ട് നോക്കാതെ തന്നെ വിളി കേട്ടു. അമ്മ പറഞ്ഞു. ബിസിയാണോ നീ? അല്ല. അല്ലിമ ലാപ്ടോപ്പിൽ നിന്ന് മുഖമുയർത്തി. അമ്മയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സംഗതി കുറച്ച് ഗൗരവമുള്ളതാണെന്നും അമ്മ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് മിനിറ്റുകൾ കഴിഞ്ഞുവെന്നും. ലാപ്ടോപ്പ് എടുത്ത് മടിയിലേക്ക് വെച്ച് അവൾ എഴുന്നേറ്റു. അച്ഛൻ വിളിക്കുന്നു. എന്താ അമ്മേ? സന്ദീപിൻ്റെ ഇന്നത്തെ ആർട്ടിക്കിൾ നീ വായിച്ചില്ലേ? ഓവ്, അതിനെന്താ? അതേക്കുറിച്ച് എന്തോ പറയാനാ. അല്ലിമ ശ്രീലക്ഷ്മിയുടെ പിന്നാലെ നടന്നു. രാജഗോപാൽ മാറത്ത് കൈകെട്ടി ചിന്താധീനനായി മുറിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അല്ലിമയും ശ്രീലക്ഷ്മിയും അകത്ത് കടന്നു. വാതിലടയ്ക്കാൻ രാജഗോപാൽ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ശ്രീലക്ഷ്മി വാതിലടച്ചു. ഇന്ന് നിന്നെപ്പറ്റിയും ഞങ്ങളെപ്പറ്റിയുമാ സന്ദീപ് എഴുതിയിരിക്കുന്നേ. പേരൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ.
രാജഗോപാൽ അല്ലിമയോട് പറഞ്ഞു. ഞാൻ വായിച്ചു. നാളെ വരാൻ പോകുന്ന ആർട്ടിക്കിൾ എല്ലാം വെളിപ്പെടുത്തും. സന്ദീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ലേ? നാളെ എല്ലാവരും വിവരമറിയും. നീ ആരാണെന്നും ഞങ്ങൾ ആരാണെന്നും നമ്മളെ ഇതുവരെ അറിയാത്തവർക്കെല്ലാം അതൊരു ഞെട്ടലായിരിക്കും. അതും സന്ദീപേട്ടൻ സൂചിപ്പിച്ചിരുന്നു. അല്ലിമ പറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ബിന്ദുവിനോടും വിശാഖിനോടും നമ്മൾ എന്തു പറയും? നാളത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് വേണോ അവർ എല്ലാം അറിയാൻ? അച്ഛൻ തന്നെ അവരോട് പറയുന്നതാ നല്ലത്. അല്ലിമ അഭിപ്രായപ്പെട്ടു. അത് ഈസിയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല, എനിക്കറിയാം. പക്ഷേ പറയാതെ പറ്റില്ലല്ലോ. അവരെ വിളിക്കട്ടെ? ഞാൻ വിളിക്കാം. വേണ്ട, ലക്ഷ്മി പോയി വിളിക്കട്ടെ. അച്ഛൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാനില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. നീയും വേണം. ശ്രീലക്ഷ്മി മുറി വിട്ടിറങ്ങി. അല്പസമയത്തിനുള്ളിൽ ബിന്ദാരെയും വിശാഖിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്നു. സന്ദീപിൻ്റെ ലേഖനം ന്യൂസ് പേപ്പറിൽ വന്നത് നിങ്ങൾ വായിച്ചോ? രാജഗോപാൽ അവരോട് ചോദിച്ചു. സന്ദീപേട്ടൻ എഴുതിയതല്ലേ? ഞങ്ങൾ രാവിലെ തന്നെ വായിച്ചിരുന്നു, ബിന്ദാര പറഞ്ഞു. ഇന്നലത്തെ ആർട്ടിക്കിളോ? അത് ഇന്നലെ തന്നെ വായിച്ചു. ഫാന്റാസ്റ്റിക് സ്റ്റോറി. വായിച്ചപ്പോൾ സങ്കടം വന്നു, ബിന്ദാര പറഞ്ഞു. നീ എന്താ ഒന്നും പറയാത്തെ? വിശാഖിനോട് ശ്രീലക്ഷ്മി ചോദിച്ചു. ഞാൻ ഇന്നത്തെയും വായിച്ചു. എന്ത് നൈസായിട്ടാ സന്ദീപേട്ടൻ എഴുതിയേക്കുന്നത്. എന്ത് രസാ വായിക്കാൻ. എന്താ ഇന്നത്തെ സ്റ്റോറി പറ. ഇന്നലത്തെ സ്റ്റോറിയുമായി ഒരു കണക്ഷനും ഇല്ലല്ലോ അച്ഛാ, ബിന്ദാര ആവലാതിപ്പെട്ടു. നീ മിണ്ടാതിരി, വിശാഖ് പറയട്ടെ, ശ്രീലക്ഷ്മി നിർദ്ദേശിച്ചു. അതായത് പോണ്ടിച്ചേരിയിൽ താമസിച്ചിരുന്ന ഒരു കേരളൈറ്റ് ഫാമിലി. പോണ്ടിച്ചേരിയിൽ സൈക്ലോണും ഭയങ്കര ഫ്ലഡും. ഒരു ദിവസം മോർണിംഗിൽ ആ ഫാമിലിയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരു ന്യൂ ബോൺ ബേബി കിടന്നുറങ്ങുന്നു. വെള്ളത്തിൽ ഒഴുകി വന്നതാണോ ആരെങ്കിലും കൊണ്ടിട്ടതാണോ ഒന്നും അറിയില്ല. നീ ചുരുക്കി പറഞ്ഞാൽ മതി, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, രാജഗോപാൽ ഉപദേശിച്ചു. അങ്ങനെ ആ ഫാമിലി ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തു. അവരുടെ കുഞ്ഞിനെ പോലെ വളർത്തി. അവർക്ക് പിന്നീട് മക്കളുണ്ടായെങ്കിലും അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിനെ അവർ വിട്ടുകളഞ്ഞില്ല. അത് അവരുടെ ഫസ്റ്റ് ചൈൽഡായിട്ട് തന്നെ വളർന്നു. ആ കുട്ടിയുടെ അടുത്ത് പോലും അവർ പറഞ്ഞില്ല അഡോപ്റ്റ് ചെയ്തതാണെന്ന്. അവർ ആ കുട്ടിയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു മാരേജ് പ്രപ്പോസൽ വന്നു. ആ സ്റ്റോറി അവിടെ നിർത്തിയിട്ട് സന്ദീപേട്ടൻ വേറെ സ്റ്റോറിയാണ് പറയുന്നേ. ചന്ദ്രബാബുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്രദറിൻ്റെയും കഥ. അത് ഇന്നലത്തേതിൻ്റെ ബാക്കിയാണ്. അഡോപ്റ്റ് ചെയ്ത കുട്ടിയുടെ സ്റ്റോറിയും അതുമായിട്ട് എന്താ കണക്ഷൻ? വിശാഖ് ചോദിച്ചു. അതാണ് പറയാൻ പോകുന്നേ. രാജഗോപാൽ 2 നിമിഷം എടുത്തു. ആ കേരളൈറ്റ് ഫാമിലിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി? അവർ ചെയ്തത് തെറ്റോ ശരിയോ? എന്ത് ചോദ്യം അച്ഛാ, അവർ നല്ല കാര്യമല്ലേ ചെയ്തേ? അവരാ കുട്ടിയെ ടേക്ക് ഓവർ ചെയ്തതും അവളെ സ്വന്തം മകളായിട്ട് വളർത്തിയതും അതിനോട് കാണിച്ച സ്നേഹവും ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. എത്ര നല്ലവരായ പേരൻസാ. അവർക്ക് സ്വന്തം മക്കളുണ്ടായിട്ടും അവർ മറ്റേ കുട്ടിയെ വിടാതെ കൂടെ നിർത്തിയില്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അത് നമ്മളെ വല്ലാണ്ട് ടച്ച് ചെയ്യും. ബിന്ദാരയുടെ ശബ്ദം വികാരനിർഭരമായി. കറക്റ്റാ, ഞങ്ങളുടെ അച്ഛനും അമ്മയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് തോന്നിപ്പോകും. അത്ര ഫീലാ. വിശാഖ് ബിന്ദാരയെ അനുകൂലിച്ചു. രാജഗോപാൽ ശ്രീലക്ഷ്മിയെ നോക്കി. അവളുടെ കണ്ണിൽ നീർത്തിളക്കം കാണാമായിരുന്നു. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചാണ് നിൽപ്പ്. ഞങ്ങളാണ് അങ്ങനെയൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? നിങ്ങൾക്ക് അതിനെ കൂടപ്പിറപ്പായിട്ട് കാണാൻ പറ്റുമായിരുന്നോ? രാജഗോപാൽ മകനെയും മകളെയും മാറി മാറി നോക്കി. അയ്യോടാ, എങ്കിലെന്ത് രസമായിരുന്നേനെ. ഞങ്ങളതിനെ സ്നേഹിച്ചു കൊന്നേനെ പറഞ്ഞിട്ട് വിന്ദാര പൊട്ടിച്ചിരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് അസാധാരണമായ ഗൗരവം കണ്ട് അവൾ പെട്ടെന്ന് ചിരി നിർത്തി. സത്യം പറഞ്ഞതാ അച്ഛാ, പകരം ഞങ്ങൾക്ക് കിട്ടിയത് ദേ ഈ നിൽക്കുന്ന മൂദേവീനെയല്ലേ, ലോകസുന്ദരി. അല്ലിമയുടെ നേർക്ക് പുച്ഛഭാവത്തിൽ ഒരു ആംഗ്യം കാട്ടിക്കൊണ്ട് വിന്ദാര പറഞ്ഞു. ബിന്ദു, വിശാഖ്. രാജഗോപാൽ വികാരഭരിതനായി വിളിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിയായിട്ട് കിട്ടിയത് ആ കുട്ടിയെ തന്നെയാ. അത് കളി തമാശ എന്ന മട്ടിൽ വിന്ദാര തലയാട്ടി. അത്രയ്ക്ക് ഹോളാക്കല്ലേ. ഇന്ന് ഏപ്രിൽ 1 അല്ലല്ലോ? വിന്ദാര വീണ്ടും അച്ഛനെയും അമ്മയെയും നോക്കി. ശ്രീലക്ഷ്മി നിറമിഴികൾ ഒപ്പുന്നത് കണ്ടു. എന്താ അമ്മ ഇത്? വിന്ദാര അമ്പരന്നു. അച്ഛൻ പറഞ്ഞത് സത്യമാ മോളെ. വിശ്വാസം വരാതെ വിശാഖും വിന്ദാരയും അലിമയെ നോക്കി. ഇവളോ? ജനിച്ചന്ന് മുതൽ തങ്ങൾ കാണുന്ന ഇവളോ? അല്ലിമയുടെ കണ്ണിൽ നിന്ന് നീർക്കണങ്ങൾ അടർന്നു വീഴുന്നത് കണ്ടതോടെ വിശാഖും വിന്ദാരയും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. അവർ ഉൾക്കിടലത്തോടെ പരസ്പരം നോക്കി. ഇതൊക്കെ സത്യമാണോ? സംഭവ്യമാണോ?
അങ്ങനൊരു അച്ഛനെയും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മുൻപേ പറഞ്ഞില്ലേ? അതേ അച്ഛനും അമ്മയും തന്നെയാണ് ഞങ്ങൾ, രാജഗോപാൽ വെളിപ്പെടുത്തി. വിന്ദാരയ്ക്ക് ആരെയും നോക്കാനോ ഇനി എന്തെങ്കിലും കേൾക്കാനോ ധൈര്യമുണ്ടായിരുന്നില്ല. എന്തിനെന്നറിയാതെ ഒരു കരച്ചിൽ അവളുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായിരുന്നു. അവൾ വേഗം പിന്തിരിഞ്ഞോടി. വിശാഖ് ആരെയെന്നില്ലാതെ പകച്ചു നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ കൂടി വിഡ്ഢിയെപ്പോലെ നിന്നു. പിന്നെ പതിയെ അവനും പിന്തിരിഞ്ഞു. ശ്രീലക്ഷ്മി മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. കതക് അടച്ചിരിക്കുകയാണ്. അവൾ അത് പതിയെ തള്ളി തുറന്നു. വിന്ദാര കസേരയിൽ ഇരിപ്പുണ്ട്. കൈമുട്ടുകൾ മേശയിലൂന്നി ഇരു കൈത്തലങ്ങളും കവിളത്ത് ചേർത്ത് തലകുനിച്ച് വലിയൊരു ദുരന്തം നേരിട്ട പോലെ ഇരിക്കുകയാണ്. വിശാഖ് കട്ടിലിൽ താടിക്ക് കൈയൊന്നി മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്നു. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിയപ്പോൾ രണ്ടുപേരും മുഖം തിരിച്ചു നോക്കി. വിന്ദാര പെട്ടെന്ന് പുറം കൈകൊണ്ട് കവിൾത്തടങ്ങൾ തൂത്തിട്ട് മേശമേൽ നഖം കോറിക്കൊണ്ടിരുന്നു. ശ്രീലക്ഷ്മി മേശക്കരികെ ചെന്ന് നിന്നു. മോളെ, അവർ വിന്ദാരയെ വിളിച്ചു. വിന്ദാര മുഖമുയർത്തിയില്ല, നോക്കുന്നുമില്ല. മേശമേൽ നഖം കോറുന്നതിൻ്റെ ശക്തി കൂടി. ശ്രീലക്ഷ്മി അവളുടെ തോളത്ത് പിടിച്ചു. ഇങ്ങോട്ട് നോക്ക്. വിന്ദാര നോക്കി. നീ എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞൊന്നുമില്ല. നിന്റെ കണ്ണിപ്പോഴും നിറഞ്ഞിരിക്കുന്നല്ലോ. അച്ഛനും അമ്മയും കൂടെ ഞങ്ങളെ രണ്ടുപേരോടും ഭയങ്കര ചതിയല്ലേ ചെയ്തത്? ഞങ്ങൾ എന്ത് ചെയ്തു? ഇത്രയും കാലം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും അറിയിച്ചില്ല ഞങ്ങളെ. അല്ലിമോളെയും ഞങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. സന്ദീപിൻ്റെ കല്യാണാലോചന വന്നപ്പോഴാണ് ആ വീട്ടുകാരോട് ഞങ്ങൾക്ക് സത്യം പറയേണ്ടി വന്നത്. സന്ദീപ് പറഞ്ഞിട്ടാണ് അവളും അറിഞ്ഞത്. ഞങ്ങളോട് മാത്രം എല്ലാം മറച്ചു വെച്ചു. വിശാഖ ആവലാതിപ്പെട്ടു. ഒരിക്കലും പറയില്ലായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ. ശ്രീലക്ഷ്മി വെളിപ്പെടുത്തി. അത് പോട്ടെ, അമ്മ ഞങ്ങളോട് എന്താ കാണിച്ചേ? വിന്ദാര ചോദിച്ചു. എന്താ? ശ്രീലക്ഷ്മി ആശ്ചര്യത്തിൽ നോക്കി. വിന്ദാര പെട്ടെന്ന് എഴുന്നേറ്റു. എന്താന്നോ, ഞങ്ങളെക്കാളും വലുത് അമ്മയ്ക്ക് അവളായിരുന്നില്ലേ? അവളോടല്ലായിരുന്നോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടക്കൂടുതൽ? അവൾക്ക് വേണ്ടി അച്ഛനും അമ്മയും ഞങ്ങളെ എന്തുമാത്രം വഴക്കു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെയും അവൾ നിങ്ങളുടെ ആരുമല്ലായിരുന്നല്ലോ. എന്നിട്ടും ഞങ്ങളോടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ദേഷ്യം. അനാവശ്യമായിട്ട് നിങ്ങളെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല. ന്യായമായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് വേണ്ടിയല്ലേ. അവൾ ഈ വീട്ടിലെ ആരുമല്ലെന്ന് നിങ്ങൾക്കറിയായിരുന്നില്ലേ? അവൾ ഇവിടുത്തെ ആരുമല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ? ഞാൻ അവളെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ മോള് അവൾ തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, അല്ലി ചേച്ചി അന്യയല്ലേ അമ്മേ? എന്നിട്ട് ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹവും അധികാരവും അവകാശവും അവൾക്ക് കൊടുത്തു. വിന്ദാരയ്ക്ക് അതാണ് സഹിക്കാനാവാത്തത്. അല്ലിമയ്ക്ക് സൗന്ദര്യ കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ അവൾ എല്ലായ്പ്പോഴും അല്ലിമയോട് അസൂയ പുലർത്തിയിരുന്നു. അല്ലിമ ഉറങ്ങുമ്പോൾ അവളുടെ സമൃദ്ധമായ പട്ടുപോലെ മർദ്ദവമേറിയ മുടി കത്രികയ്ക്ക് മുറിച്ചു മാറ്റണമെന്നും അവളുടെ മനോഹരമായ മുഖത്ത് വടുക്കൾ ഉണ്ടാക്കണമെന്നും രഹസ്യമായി വിന്ദാര ആഗ്രഹിച്ചിരുന്നു. സ്വഭാവ നൈർമല്യം കൊണ്ട് അല്ലിമ വിന്ദാരയെക്കാളും വിശാഖിനേക്കാളും മറ്റുള്ളവരുടെ പ്രീതിയും വാത്സല്യവും പിടിച്ചു പറ്റുക കൂടി ചെയ്തതോടെ അസൂയ അതിൻ്റെ പരമകാഷ്ഠയിലെത്തി. അതിനാൽ വിന്ദാര തൻ്റെ കുട്ടിക്കാലം മുതലേ അല്ലിമയ്ക്കെതിരെ കലഹിച്ചു പോന്നു. രാജഗോപാലും ശ്രീലക്ഷ്മിയും ന്യായത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴും അത് അല്ലിമയോടുള്ള അതിരുവിട്ട വാത്സല്യമാണെന്ന് അവൾ കരുതി. മോളെ, നീ ഇങ്ങനൊന്നും ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് അന്നും ഇന്നും അച്ഛനമ്മമാരുണ്ട്, കൂടപ്പിറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്. സത്യത്തിൽ അവൾക്കല്ലേ ആരുമില്ലാത്തത്? ഇത്രയും കാലം അവൾ അത് അറിഞ്ഞു പോലുമില്ല. ഞങ്ങൾ കൊടുത്ത സ്നേഹമല്ലാതെ ഒന്നുമില്ലെന്ന് ഇപ്പോൾ അവൾക്കറിയാം. അച്ഛനും അമ്മയും എന്തുകൊണ്ടാ പറയാതിരുന്നേ? പറയണമായിരുന്നു. അവളോടും ഞങ്ങളോടും പറയണമായിരുന്നു. അങ്ങനെ വളർത്തിയാൽ മതിയായിരുന്നു. വിന്ദാര അസഹിഷ്ണുതയോടെ പറഞ്ഞു. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽക്ക് അവളെ കാണുന്നത് കൊണ്ടാ അങ്ങനെ തോന്നുന്നേ. സന്ദീപ് എഴുതിയ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടം തോന്നി ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനോട്. ഞങ്ങൾക്ക് അതുപോലെയാ ആ കുഞ്ഞിനെ കിട്ടിയത്. അതിനെ ഉപേക്ഷിച്ചവർ കലിങ്കിന് കീഴെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിലോ? വെള്ളപ്പൊക്കത്തിൽ ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ഏതെങ്കിലും പിച്ചക്കാരുടെ കയ്യിൽ ആ കുഞ്ഞ് ചെന്നുപെട്ടിരുന്നെങ്കിലോ? അതിൻ്റെ ജീവിതം നശിച്ചു പോയേനെ. ഒരു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് അവളിപ്പോൾ കയ്യിലൊരു പിച്ചപാത്രം പിടിച്ച് തെരുവ് തണ്ടിയായി നടന്നേനെ. ആ കുഞ്ഞിനെ ഒരു ചവറ്റ് കൂമ്പാരത്തിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ നായ്ക്കൾ അതിനെ കടിച്ചു കീറിക്കൊന്നേനെ. പക്ഷെ ദൈവം അങ്ങനെയൊന്നുമല്ല നിശ്ചയിച്ചത്. ആ കുഞ്ഞിനൊരു നല്ല അച്ഛനെയും അമ്മയും കിട്ടണം. അവരവളെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണം. അവൾക്കൊരു കുറവും വരുത്തരുത്.
ഈശ്വരന് തോന്നിക്കാണും നിങ്ങളുടെ അച്ഛനെയും അമ്മയും ആ ജോലി ഏൽപ്പിക്കാമെന്ന്. അവർ നല്ല പോലെ നോക്കിക്കോളുമെന്ന്. പോണ്ടിച്ചേരിയിൽ വേറെ എത്ര വീടുണ്ടായിരുന്നു. ഒരു പുലർച്ചയ്ക്ക് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടുവരാന്തയിൽ ഒരു പൂക്കൂടയ്ക്കകത്ത് പൂച്ചക്കുഞ്ഞ് കിടക്കുന്ന പോലെ. ജനിച്ചിട്ട് 3-4 ദിവസം, പൊക്കിൽ കൊടി മുറിഞ്ഞിട്ടില്ല. ഞങ്ങളതിനെ ഏറ്റെടുത്ത് വളർത്തിയത് തെറ്റായിപ്പോയോ? ശ്രീലക്ഷ്മിയുടെ തൊണ്ട ഇടർന്നുണ്ടായിരുന്നു. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിന്താരമായിപ്പെട്ടു. അച്ഛനും അമ്മയും ചെയ്തത് നല്ല കാര്യമാ, ഒരു തെറ്റുമില്ല. പക്ഷേ അല്ലി ചേച്ചിയോട് ഞങ്ങളെക്കാളും സ്നേഹം. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളേക്കാൾ സ്നേഹം മറ്റാരുടെയെങ്കിലും മക്കളോടുണ്ടാകുമോ? ഒരിക്കലുമില്ല. എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ തന്നെയാ വലുത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. ഞങ്ങൾ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചിട്ട് ഒരിക്കലും അല്ലിമോൾ അറിയരുത് അവൾ ഞങ്ങളുടെ മോളല്ലെന്ന്, അവൾ നിങ്ങളുടെ ചേച്ചിയല്ലെന്ന് നിങ്ങളും അറിയരുത്. അതുകൊണ്ടാ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കാതിരുന്നേ. എന്ന് വെച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടം മുഴുവൻ അവൾക്ക് തന്നെയാ. വിന്താര മുഖം താഴ്ത്തി നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. നിങ്ങൾക്കിപ്പോഴും അച്ഛനും അമ്മയും ഉണ്ട്. അവൾക്കോ? അവൾക്ക് ആരുണ്ട്? നമ്മൾ കൊടുക്കുന്ന സ്നേഹമല്ലാതെ എന്തുണ്ട് അവൾക്ക്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവൾ നിങ്ങളോട് എന്തുമാത്രം സ്നേഹത്തിലാണ് പെരുമാറുന്നേ. ഒരിക്കലെങ്കിലും അവൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടോ? നിങ്ങൾ വഴക്കിന് ചെന്നപ്പോൾ പോലും അവൾ മിണ്ടാതെ നിൽക്കുക ചെയ്തത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും അവളല്ലേ ഇപ്പോൾ ചെയ്യുന്നേ, ആരും പറയാതെ. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾക്ക് മനസ്സിലായി നമ്മൾ കൊടുക്കുന്ന സ്നേഹമല്ലാതെ ഇവിടെ അവൾക്ക് അവകാശങ്ങളൊന്നുമില്ലെന്ന്. വിന്താരയ്ക്കും വിശാഖിനും അത് മനസ്സിലായി. വിന്താര ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു മുറ്റം തൂക്കുന്നതും മുറികൾ തുടയ്ക്കുന്നതും. വിശാഖിന് ആഴ്ചയിലൊരിക്കൽ കാറും കാർ പോർച്ചും കഴുകി വൃത്തിയാക്കണമായിരുന്നു. കിച്ചണും ഊണുമുറിയും ശ്രീലക്ഷ്മിയുടെ കുത്തകയായിരുന്നു. ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകി ഇസ്തിരി ഇടുന്നതുമായിരുന്നു അല്ലിമയുടെ ജോലി. എന്നാൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി അല്ലിമ എല്ലാവരെയും അവരവരുടെ ജോലികളിൽ സഹായിക്കുന്നുണ്ട്. ആരോടും അവൾക്ക് ദേഷ്യമോ വഴക്കോ പരാതികളോ ഇല്ല. ഇത് ചിലപ്പോഴെങ്കിലും വിന്താരയെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. സോറി. വിന്താര ശ്രീലക്ഷ്മിയോട് ക്ഷമാപണം നടത്തി. എന്നോടെന്തിനാ സോറി പറയുന്നേ? വേണ്ട. പകരം അവളെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? ഇന്ന് ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ അവൾ അന്യാണെന്ന്? നാളെ എല്ലാവരും അറിയും അവൾ അനാഥ കുട്ടിയായിരുന്നെന്ന്. നമ്മുടെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും എല്ലാവരും നാളെ മുതൽ മാറി മാറി ഫോണിൽ വിളിച്ച് ചോദിക്കും, സത്യമാണോ? ലക്ഷ്മിയുടെ മോളല്ലേ അല്ലിമ? ഓർഫനാണോ? അഡോപ്റ്റ് ചെയ്തതാണോ? നമ്മുടെ ഫാമിലിയിലെ അംഗമല്ലേ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മളല്ലാതെ വേറെ ആരുണ്ട് അവളുടെ കൂടെ നിൽക്കാൻ? ആരും ഉണ്ടാവില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ചേച്ചിയാണെന്ന്. വിശാഖ് സംശയലേശമെന്നേ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ പറയാം. വിന്താരയും വാക്കുകൊടുത്തു. മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ അവളുടെ കൂടെ നിന്നാൽ മതി. ഇപ്പം തന്നെ അവൾ വിഷമിച്ച് നിൽക്കുക. നിങ്ങൾ ചെന്ന് പറ, ഇപ്പോഴാ നിങ്ങൾക്ക് അവളോട് സ്നേഹക്കൂടുതലെന്ന്. വിന്താര തലയാട്ടി. അവൾ അപ്പോൾ തന്നെ വിശാഖിനെയും കൂട്ടി അല്ലിമയുടെ അടുത്തേക്ക് പോയി. അല്ലിമ ഇസ്തിരിയിടുന്ന മേശയ്ക്ക് മീതെ തലവെച്ച് കിടക്കുകയായിരുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി. പെട്ടെന്ന് കണ്ണു തുടച്ച് എഴുന്നേറ്റു. വാതിൽ തുറന്ന് വിന്താര അകത്തേക്ക് വന്നു. വിശാഖ് വാതിൽക്കൽ നിന്നു. അല്ലിമ അവരെ നോക്കി മന്ദഹസിക്കാൻ ശ്രമിച്ചു. അതൊരു ദൈന്യം നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വിന്താര അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കവിളിൽ തിണർപ്പ്, കണ്ണിൽ നനവും, കരഞ്ഞിട്ട് തുടച്ച മുഖം. നെഞ്ചിനുള്ളിൽ സങ്കടത്തിൻ്റെ ഒരു കടൽ അലതല്ലുന്നുണ്ടെന്ന് കണ്ണുകൾ കണ്ടാലറിയാം. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാ കേട്ടോ? ഞാൻ ആരുമല്ല, അല്ലിമ ഗദ്ഗതത്തോടെ പറഞ്ഞു. കുറേ വർഷം മുമ്പ് പോണ്ടിച്ചേരിയിലെ ഒരു സ്ട്രീറ്റിൽ ആരോ ഉപേക്ഷിച്ചതാ. ഇനി അങ്ങനെ കണ്ടാൽ മതി. ചേച്ചി, വിന്താര വിഷമത്തിൽ വിളിച്ചു. അങ്ങനെ വിളിക്കണമെന്ന് പോലുമില്ല. ഇത്രയും കാലം എന്നെ ചേച്ചിന്ന് വിളിച്ചില്ലേ, കൂടപ്പിറപ്പായിട്ട് കരുതിയില്ലേ, അത് മതി. അല്ലിമയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. വിന്താരയ്ക്ക് അത് കണ്ട് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. ചേച്ചി എന്ന് വിളിച്ച് അവൾ അല്ലിമയെ കെട്ടിപ്പിടിച്ചു. ഇതുവരെ ചേച്ചിയോട് എനിക്ക് അസൂയയായിരുന്നു, ദേഷ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുക, സത്യം. വിന്താരയുടെ സ്വരമിടറി. എന്തെന്നറിയാത്തൊരു സങ്കടം അവളുടെ കണ്ണിലെ നനവ് നിറച്ചു. ഞങ്ങളുണ്ട് കേട്ടോ ചേച്ചിയുടെ കൂടെ.
അല്ലിമ അവളെ ഗാഢമായി ആശ്ലേഷിച്ച് വിതുമ്പിക്കരഞ്ഞു. അവളുടെ നെറുകയിലും നെറ്റിയിലും ഉമ്മ വെച്ചു. വാതിൽക്കൽ ജാള്യതയോടെ നോക്കി നിന്ന വിശാഖിനെ അവൾ കണ്ണീരോടെ കൈമാടി വിളിച്ചു. അടുത്തേക്ക് ചെന്ന അവനെയും അവൾ ഒരു കൈ കൊണ്ട് ആശ്ലേഷിച്ചു. അടുത്ത ഭാഗം നാളെ.